തരാട്ടെങ്ക നിനക്കുണ്ടോ നിനക്കുണ്ടോ എല്ലാവർക്കും തരാം കൊച്ചിനും തരാം. വേണ്ട ഈ സൈഡ് ഈ സൈഡ് ഇന്നലെ ഇരുട്ടായി തോന്നും, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കണേ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിത് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പോ ആദ്യം തന്നെ ഗ്രേസിന്റെ സ്കൂളിൽ ഇന്ന് എന്തിട്ടായിരുന്നു ഓപ്പൺ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോവാണ്. അപ്പൊ ഗ്രേസിന്റെ ഇത്രയും ദിവസത്തെ പഠിപ്പിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇന്ന് അറിയാൻ പറ്റും. ഇത്രയും ദിവസം ഗ്രേസ് ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും. അപ്പൊ അതൊക്കെ കണ്ട് ഗ്രേസ് എന്തിട്ടൊക്കെയാ കാണിച്ചേക്കണേന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ അതൊക്കെ കാണണം. അത് കഴിഞ്ഞിട്ട് സ്റ്റീവിനെ നമ്മുടെ ചാലക്കുടി ഐ വിഷനില് നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റീവിനെ നമ്മുടെ കാണിക്കണം. അവന്റെ കണ്ണ് ഇപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു ചുവന്ന കളറായിട്ട് ഇങ്ങനെ നിക്കണം. അപ്പൊ വെച്ചോണ്ടിരിക്കാൻ ഒരു ഭയം. ചിലപ്പോ അലർജറ്റിക് ആയിരിക്കാം, പക്ഷെ ഡോക്ടർ പറഞ്ഞു 3-4 ദിവസം വെയിറ്റ് ചെയ്യാൻ. പക്ഷെ എന്നാലും വെയിറ്റ് ചെയ്യാൻ ഒരു മടി. അതുകൊണ്ട് അത് രണ്ടുമാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനായിട്ട് പോവാണ്. ഗ്രേസോ ഇരുന്നിട്ട് കാണും, പിന്നേക്ക് നോക്കിക്കൊണ്ട് നിൽക്കല്ലേ. ഷൂട്ട് ചെയ്യണോ? അപ്പൊ അങ്ങനെ ഞങ്ങളിത് ഗ്രേസിന്റെ സ്കൂളിൽ എത്തിട്ടോ. മിഡും ഗ്രേസും കൂടി മുന്നേക്ക് ഓടുന്നുണ്ട്. ഇതാണ് ഗ്രേസിന്റെ സ്കൂളിന്റെ ഉൾവശം. ഇവ ഞാനിവിടെ ആനേനെ കാണാൻ വന്നേക്കാം. ആനേനെ കണ്ട മോനെ നോക്കണ്ട നമ്മളെ. എങ്ങനെയുണ്ട് മീഡു കൊച്ചിന്റെ ആ ഒരു പ്രോഗ്രസ് കണ്ടിട്ട്? ഹാപ്പി, സന്തോഷായില്ലേ? എന്റെ മോളെന്ന് തോന്നിയാലൊരു അഭിമാനം തോന്നല്ലോ നിനക്ക്? സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഐ വിഷൻ്റെ കണ്ണാശുപത്രി ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. സ്റ്റീവിന് അവിടെ കണ്ണ് ഡോക്ടറിൻ്റെ നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാനായിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ടാണ് പോണേ. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. അവിടെ മിഡുവിനെയും സ്റ്റീവിനെയൊക്കെ അവിടെ ഇറക്കി ഞാനും ഗ്രേസും കൂടിയും പഴുക്കരപ്പള്ളിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ കല്യാണം കൂടാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ്. നല്ല അടിപൊളി കല്യാണമായിരുന്നു. അവിടെ ഭയങ്കര മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ഒറിജിനൽ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കാത്ത. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ വീണ്ടും വീട്ടിലേക്ക് പോന്നു ഞങ്ങൾ. അപ്പോൾ കല്യാണം പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വാർത്തകളുടെ സെറ്റപ്പ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് പോകാൻ പോകണ്ടോ. ഗ്രേസ് തന്നെ ഉണ്ടോ അപ്പോഴും കൂടെ? എന്റെ ബാറ്ററി പാക്ക് അറിയില്ല, ഒന്നും പറ്റിയിട്ടില്ല തോന്നുന്നു. ഇന്ന് പുതിയ ആക്സസറി, തലയിൽ വെക്കാനുള്ള മൗണ്ട്, കഴുത്തിൽ തൂക്കാനുള്ള മൗണ്ട് എല്ലാവരും കൊണ്ടാണ് പോകാൻ പോണേ. കാരണം ഇന്ന് ഇഷ്ടിക കൊണ്ട് ഇഷ്ടിക സൈഡിലൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. നീ അവിടെ ചെന്ന് കഴിയുമ്പോ പിന്നെ എനിക്ക് ഇങ്ങോട്ട് പോരണമെന്ന് പറയോ? മോനെന്താ സുഖം? എന്തെങ്കിലും ആവട്ടെ, ഓടട്ടെ കിടന്ന്. ഇവനെ ഇന്ന് ഐ വിഷനിൽ കാണിച്ചു വിട്ടാ. ഞാൻ പറഞ്ഞിരുന്നോ? കാണിച്ചിരുന്നു. അപ്പോൾ അതും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അവർ നോക്കി കണ്ണിൽ എന്തോ മരുന്ന് വെച്ച് എൻ്റെ കണ്ണ് ബലപൂർവ്വം അങ്ങനെ പിടിച്ച് തുറന്ന് ആ കാണാൻ നോക്കി ഡോക്ടർ. തുറന്നു നോക്കിയിട്ട് പറഞ്ഞു ഒന്നും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, അലർജറ്റിക് ആയിട്ട് എന്തെങ്കിലും ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു ചെറിയ എന്തൊരു കണ്ണിൽ ഒഴിക്കാനുള്ള ഡ്രോപ്സ് തന്നു വിട്ടു, വേറെ കുഴപ്പമൊന്നുമില്ല. ആവും ഇവന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവൻ പണ്ടത്തെ പോലെ തന്നെ മരപ്പട്ടിയുടെ കാട്ടവും പറക്കി ഇപ്പോഴും മുഖത്ത് മണ്ണാക്കി വെച്ചൊക്കെ നോക്കി. അവന്റെ കണ്ണ് നോക്കിയാലോ, കണ്ണിന് കുരുപ്പില്ല. നോക്കിയേ ഇല്ലാന്ന്, കണ്ണിൽ ചുവപ്പില്ല. അറിയില്ല. എന്നിട്ടായാലും ഇപ്പൊ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല.
എന്നാലും നമുക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കാണിച്ചതാണ്. ഇനി ഈ സാധനം വീണ്ടും വീഴാൻ ഞാൻ അനുവദിക്കുന്നില്ല, ഇത് കൊണ്ടുവച്ചിട്ട് വരാം. ഇന്നെങ്കിലും വൈകുന്നേരം ആവണേക്കാൾ മുമ്പ് സംഭവങ്ങളൊക്കെ തീർത്ത് പോരണം. ഇന്നലെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രി പുല്ല് വെട്ടിയത് പോലും കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ. ഇന്ന് ഞാൻ കാണിക്കും. എന്നാലും നിലത്ത് വീണില്ലെങ്കിൽ അതിയായ ഒരു വിഷമം രേഖപ്പെടുത്തുന്നു. സൂക്ഷിക്കണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞു സൂക്ഷിക്കാണ്ടല്ലേ. കോഴികൾക്കും ഇവിടെ 2 ബക്കറ്റ് തീറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാക്കി വെച്ചതല്ല, കുറച്ച് 2 ദിവസത്തെ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ കൊണ്ടുപോകാണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോക്കായതാണ്. അപ്പം ഇത് രണ്ടും കൊണ്ടുപോകണം. എടി അവൻ്റെ മണ്ണെടുത്ത് തലേക്കോട് ഇട്ടുകൊണ്ടിരിക്കണ്. ഒരു 2-3 ദിവസം മാറ്റി നിർത്തി മണ്ണിന്ന്. അല്ല 2 ദിവസത്തേക്ക്, അത് കഴിയുമ്പോൾ ഇറക്കിക്കോ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഈ വണ്ടി സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം എനിക്ക് ബക്കറ്റ് എടുത്ത് തന്നാൽ മതി. ഇപ്പൊ വരാൻ പറ്റില്ല, ഇപ്പൊ വരാൻ 5 മിനിറ്റ് വരാട്ടാ. ഈ കാർ സീറ്റ് ഞാൻ അന്ന് ഇവിടെ വെച്ചിട്ട് പിന്നെ ആരും താഴത്തേക്ക് ഇറക്കിയില്ലല്ലേ. കേട്ടാ ചേട്ടൻ ഞാൻ വെച്ചേരാം. വണ്ടി നിർത്തിക്കോ, വളച്ചിട്ട് മതിയില്ലേ അതിനുള്ള. ഓക്കെ. ഇതും കൊണ്ടുപോ. എങ്ങോട്ടാ അഭിനയിക്കുന്നെന്ന് പറയുകയില്ല. അഭിനയം പൊളിച്ചത്. അല്ല ഭയങ്കര സ്റ്റൈലൊക്കെ പോണുണ്ട്. ഇതില്ലാണ്ട് എങ്ങനെ ചേട്ടൻ കാണിക്കും പുല്ല്? ഇതില്ലാണ്ട് ചേട്ടൻ എങ്ങനെ കാണിക്കും പുല്ല്? അപ്പം ഇപ്പോൾ തൽക്കാലം വണ്ടിയുടെ ഉള്ളിലിരിക്കി, ഞാൻ അവിടെ ചെല്ലുമ്പോൾ പുറത്തിറക്കാം. അപ്പം അങ്ങനെ നമ്മളിതാ വീടെത്തി. അപ്പം ഫസ്റ്റ് നമ്മൾ ഇന്നലെ വെട്ടി പുല്ല് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇതേണ്ട ഈ സൈഡ് ഇന്നലെ ഇരുട്ടായെന്ന് തോന്നും, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിത് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നേരെ ഈ ബാക്ക് സൈഡിലേക്ക് പോവാം. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്, നമുക്ക് വരും ദിവസങ്ങളാവട്ടെ. എല്ലാം അവിടെ ഒരുമിച്ച് പട്ടണമാണ് ഇവിടെയും. ഓ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഈ സൈഡും ഫുള്ള് നിരപ്പാക്കി. ഇതേ വന്നെടാ എൻ്റെ സ്കൂട്ടർ അവിടെ നിന്ന് വരുമ്പോഴേ ആ സ്കൂട്ടറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് അറിയാം ഞാനാണെന്ന്. എല്ലാവരും അവിടെ റെഡി ആയിട്ട് നിൽക്കണ്ടോ. അപ്പോൾ ആദ്യം അവർക്ക് തീറ്റ കൊടുക്കട്ടെ കേട്ടോ. ഹലോ പോ മിണ്ടാണ്ട് കിട വരാം.
മാറ്. അരിപ്പൊടി വരെ അവൾ ഇതിലെടുത്തിട്ട് വന്നേക്കാം. ഓ മൈ ഗോഡ്. മറ തരാം എല്ലാവർക്കും തരാം. ഒന്നൊഴിക്ക് എന്തായാലും ഈ മുട്ടേനെ അങ്ങോട്ട് പറക്കിയിട്ട് പോവാം. ഇവിടെയൊക്കെയാണ് അവർ മുട്ടയിട്ട് വെച്ചേക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെയായിരുന്നു ഇട്ടുണ്ടായത്. തരാടാ എല്ലാവർക്കും തരാം. പോ ഇരിക്കട്ടെ, ലാസ്റ്റ് ഒരുമിച്ച് മാറ്റാം. പോ. ഇവിടെയാണ് നമ്മുടെ പൂൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കണത്. അപ്പം ഇന്ന് വേറെ സ്ഥലത്ത് ഇട്ട് കൊടുക്കാൻ എന്തായിരിക്കും നല്ലത്. കുറച്ച് പേര് ഇങ്ങോട്ട് വന്നോട്ടെ. പൊടി വാർത്തകൾക്ക് നിക്ഷേപിക്കാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് മേടിച്ച ഗോതമ്പ് നുറുക്ക് കേട്ടോ. ഗോതമ്പ് നുറുക്കുന്നൊന്നും പറയാൻ പറ്റില്ല, പൊടി തന്നെയാണത്. പക്ഷെ ഒരു ചായക്കിന് 650 രൂപ വിലയുള്ളൂ. ഇത് കണ്ടോ, നല്ല നുറുക്ക് പീസ്. ഇതിനെ പുറത്ത് കൊണ്ടിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല, കാരണം ഇത് വെറും പൊടിയാണ്. ഇത് ഞാനിവിടെ ഉള്ളിൽ പാത്രത്തിൽ ഫില്ല് ചെയ്ത് വയ്ക്കും. അവർ പുറത്ത് തീറ്റ കഴിഞ്ഞ് ഇവിടെ വന്ന് വിശക്കുമ്പോൾ ഒന്ന് തിന്നു. അശ്ശൂ, ഇച്ചിരി നിങ്ങൾക്കും തരാം, നിങ്ങളും തിന്നു. ഇച്ചിരി അവർക്ക് ചിക്കി മാന്താനായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർ നുള്ളി മാന്തി പറക്കാനായിട്ട് ഇതിൻ്റെ പിന്നാലെ നിന്നോളും. ഒരു ടൈം പാസ്. അവർക്കൊരു എക്സസൈസ് വേണം. എനിക്ക് എന്തിനൂടെ നടക്കണേ.
നീ എന്തിനാ നടക്കണേ? എനിക്ക് ഞാൻ തരാറില്ലേ? കൊച്ചിയമ്മ തരാറില്ലേ? കൊച്ചിയമ്മ തിന്നാ പോരെ? മറന്നിട്ടൊന്നുമില്ല ഞങ്ങളെ. തരാട്ടെങ്ക നിനക്കുണ്ടോ? നിനക്കുണ്ടോ? എല്ലാവർക്കും തരാം. കൊച്ചിനും തരാം, കോട്ടയ്ക്കും തരാം. ഇനി അവർക്ക് കൊടുക്കാം. ഇത് വാർത്തകൾക്കുള്ളത്. എനിക്കിപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം കോഴികളൊന്നും തീർത്ത് കളയും മൊത്തം. കോഴികൾ മൊത്തത്തിൽ കയറിയേക്കണം അതിൻ്റെ ഉള്ളിലേക്ക്. ഇത് ഓൺലി വാർത്ത. വാർത്തകളുടെ കാര്യം സേഫായി, കോഴികളുടെ കാര്യം കഴിഞ്ഞു. ഇനി ഡോഗ്സിന് തീറ്റ കൊടുക്കണം. ചെക്ക ചെക്കന് വെള്ളമില്ല. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിതക്കനായിരുന്നേ. വെള്ളം തരാം, വെള്ളം ഇവിടേക്ക്. ആദ്യം അവന് വെള്ളം കൊടുക്കട്ടെ. ബിങ്കുവിൻ്റെ കൂടിൻ്റെ കാലുകൾ അവിടെയൊക്കെ ദ്രവിച്ചു പോയി തുടങ്ങി. മിക്കവാറും ഈ ദിവസങ്ങളിൽ കൂടി ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. ചേട്ടാ പാവം വിശന്ന് ദാഹിച്ച് നിൽക്കായിരുന്നു. കഴിഞ്ഞു. പോ 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 പോ. ഇന്നിപ്പോൾ നമ്മൾ ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞ് വെള്ളത്തിന് ആർക്കും ഒരു ക്ഷാമം ഉണ്ടാവില്ല. എപ്പോൾ വേണമെങ്കിലും പോയി കുടിക്കാമല്ലോ. പിന്നെ നമ്മൾ ഡോഗ്സിനുള്ള തീറ്റ, ഇവരുടെ കോട്ട കഴിഞ്ഞു. ഓ ജോണ് ദേഷ്യം തുടങ്ങി അവിടെ. കുഞ്ഞാപ്പി കുഞ്ഞാപ്പിക്ക് അത് കൂടുതലാണ് ശരിക്കും അല്ലേടാ. കള്ളമാക്കറി. നിന്റെ പാത്രം അങ്ങോട്ട് കളഞ്ഞ് ഞാനങ്ങനെ എടുക്കഞ്ഞി.
ഇനി എങ്ങനെ ഞാൻ പാത്രം എടുക്കാം? ഇനി എങ്ങനെ ഞാൻ പാത്രം എടുക്കാം? വരടാ. അവന് ആക്ച്വലി ഇത്രയും ഈ ഫുഡ് തന്നെ കൂടുതലുണ്ടോ, ഇവനിത് കഴിക്കില്ല. നാളെ വരുമ്പോഴും എൻ്റെ പാത്രത്തിലെ ഫുഡ് ബാക്കിയുണ്ടാവും ഇനി. ഇതിൻ്റെ മുകളിൽ ഞാൻ എപ്പോഴും ഈ ബക്കറ്റ് എടുത്ത് കയറ്റി അടച്ചു വയ്ക്കും. കാരണേ ഇത് കോസ്റ്റ്ലിയാണ്. കോഴികൾ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വെറുതെ ഇങ്ങനെ അടച്ചൊക്കെ വെച്ചാൽ അവർ കുത്തി തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് തിന്നും. മുമ്പൊരിടയ്ക്ക് അങ്ങനെ ഒരു ജാക്കിൻ്റെ കുറേ തിന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിനെ വളർത്തിയപ്പോൾ അവിടെ ഞാൻ എപ്പോഴും ഇങ്ങനെ അടച്ചു വയ്ക്കാറുപ്പോൾ. അങ്ങനെ വെച്ചാൽ പിന്നെ അവരധികം പെട്ടെന്ന് തട്ടിക്കളയില്ല. ഒരു ദിവസം തട്ടിക്കളഞ്ഞുണ്ടായി. ഇത് വില കൂടി തീറ്റയാണല്ലോ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവരാണെങ്കിൽ നല്ല രീതിയിൽ തിന്നുകയും ചെയ്യും അത്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് തിന്നാനായിട്ട് ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പശു ജോണിന് വെള്ളം കൊടുത്തില്ല. ജോണിൻ്റെ കൂടും കഴുകിയിട്ടില്ല. അതും കൂടി ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം ഇവിടെ പൂളുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഉണ്ടാക്കി ഇവിടുത്തെ ഇത്ര ഏരിയ ഇവർക്ക് നഷ്ടപ്പെടും. അപ്പം എന്തായാലും ഇവിടെ ഇങ്ങനൊരു കഷ്ണമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. തൽക്കാലം ഇപ്പോൾ ഇത്ര പേരേ ഉള്ളൂ, ഒരുമിച്ചൊന്നും ഇറങ്ങായിരിക്കില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കാം. ഈ സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ ഞാൻ ദേ ഇവിടെ മാർക്ക് ചെയ്തേക്കണുണ്ടോ, ഇത്തരത്തിലാക്കാമെന്ന് വിചാരിച്ചേക്കണം. മുമ്പ് ഇവിടെ തന്നെ താറാവിനോട് നടത്തിയപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ആവട്ടെ നമ്മുടെ ഇപ്രാവശ്യത്തെ ടാങ്കും. ഞാൻ സൈഡിലേക്ക് അടുപ്പിക്കുന്നില്ല, കാരണം ഇടയിലൊക്കെ ചിലപ്പോൾ പാമ്പൊക്കെ ഒന്ന് കയറിയിരിക്കും. ഇതാണ് നമ്മുടെ ബോർഡർ. ഇത്രയുള്ളൊരു കുഞ്ഞ ടാങ്കാണ് പണിയണേ. അപ്പോൾ ഇനി കുഴിയെടുക്കൽ കഴിയട്ടെ. കുഴിയെടുക്കൽ കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ എൻ്റെ ചാർജ് ചിലപ്പോൾ തീർന്നു. ഇവൻ ചെയ്ത പണി കണ്ട, നീ തുടരണ്ട. കൂടി കഴുകി കൊടുത്ത് അവൻ പുറത്തു വന്ന് അപ്പിയിട്ട് വെച്ചു. ഞാനിത് കോരി കളയണ്ടേ?
നമുക്ക് ഉള്ളിലിട്ടാൽ പോരാ അപ്പി, ഉള്ളിലിട്ടാൽ പോരെ, കൈമയാക്കല്ല അപ്പി, ചൂത്ര. നമുക്ക് കൂടിൻ്റെ ഉള്ള അപ്പി ഇടണേ, എനിക്ക് വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ നേരെ ഡ്രെയിനേജ് ടാങ്കിലേക്ക് പോയിക്കോളും. പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ കോരിക്കളയാം. ഇവിടെ മണ്ണിളക്കിപ്പോഴേക്കും ആൾക്കാർ ജനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ മണ്ണ് കോരൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തീരുമാനത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി ഞാൻ. ഇവിടെ ഇത്തിരി ആഴത്തിലാക്കാം. ഇവിടെ അടിയിൽ കൂടെ പൈപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുഴി കുഴിക്കാതെ തന്നെ ഒരു വരി കല്ല് വെച്ച് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കണം. ഷീറ്റിൻ്റെ ഒക്കെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ പ്രോഗ്രാം തീരുമാനിച്ചത്. ഈ സാധനത്തിൻ്റെ പേരാണ് ഞാഞ്ഞൂള്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. മണ്ണിര എന്നൊക്കെ പറയും. ഞങ്ങൾ ചൂണ്ടിടാനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുള്ള ആളാണത്. ഉണ്ടോ? ഇപ്പോഴത്തെ പിള്ളേരെ കാണിച്ചു കൊടുത്താൽ പറയും പാമ്പാണെന്ന് പറയും. ഇത് കോഴികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനമാണ്. നമ്മളോട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ടാങ്കൊന്നുമല്ല. ഇതവിടെ ഒരു ഇച്ചിരി ആഴം കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ വാത്തകൾക്ക് ഇണ ചേരണമെങ്കിൽ അവർ വെള്ളത്തിലിറങ്ങിയെന്നാണ് ഇണ ചേരാം. അപ്പോൾ അവർക്ക് വെള്ളത്തിൽ മുങ്ങാനും പൊന്താനൊക്കെ ആയിട്ട് ഒരു ഇച്ചിരി സ്ഥലം, അത് ഇച്ചിരി ആഴത്തിൽ വനരത്തിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിയാക്കിയിട്ടുണ്ട്. ബാക്കി ഇവിടേക്ക് ഇതൊരു ഇത്രം വരെ കയറ്റി കല്ല് വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. എൻ്റെ ഉള്ള ഷീറ്റിനനുസരിച്ച് ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഷീറ്റ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. 90 GSM ഷീറ്റാണ്. ഈ ഷെഡിൻ്റെ മുകളിലാണ് മൂടാൻ വേണ്ടി ഒന്ന് മേടിച്ചതാണ്. 12.9 ഇതിൻ്റെ സൈസ്. ചെറിയ വിലക്ക് 90 GSM ആയതുകൊണ്ട് തന്നെ ചെറിയ വിലക്ക് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ വേറൊരു പഴയ ഷീറ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഇന്നലെ ആട്ടുംകാട്ടം മൂടിയിട്ടുണ്ടായില്ലേ, ആ ഷീറ്റിൻ്റെ അടി കൊണ്ട് വിരിക്കാം. അതിൻ്റെ മുകളിൽ കൂടെ ഇത് വിരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 20 ഇഷ്ടിക വേണം. അപ്പോൾ അതെടുത്തിട്ട് വരാം. അതെടുത്തുകൊണ്ട് ഒരു ലൈനൊന്ന് ചുറ്റും വെച്ചിട്ട് ഷീറ്റിൻ്റെ മുകളിൽ കൂടെ ഇടാം. ഇപ്പോൾ സമയം 5:10 ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ പരിപാടി തീർക്കണം. നമ്മൾ ആ പുല്ല് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആ ഒരു ഭംഗി സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പറുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു പ്ലാനായിരുന്നു. നമ്മുടെ പ്രൊജക്ടർ ഇവിടെ സ്ക്രീൻ സെറ്റ് ചെയ്യുക, ഈ സൈഡിൽ ഇവിടെ കസേരയൊക്കെ ഇട്ടിട്ട് എല്ലാവരുടെയും കൂടാ. നല്ല രസമായിരിക്കില്ലേ രാത്രി നേരത്ത്? നല്ല സൂപ്പർ സ്ഥലവും. പറ്റിയാൽ നടത്തണം ഒരു ദിവസം. പാടത്ത് താഴത്തെ പറമ്പിൽ സ്പ്രിങ്ക്ലർ അടിക്കണ്ട കേട്ടോ. ഫുള്ള് നനച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമാണിത്. ഒരു 5 മണി 5:30 നേരം സൂര്യൻ അസ്തമിക്കാൻ പോണ നേരത്തെ വെള്ളമൊക്കെ ഇങ്ങനെ വീഴുമ്പോഴേ സ്പ്രിങ്ക്ലറിൻ്റെ വെള്ളം തന്നെയല്ല, മഴ പെയ്യണമെങ്കിലും നല്ലൊരു വ്യൂ ആയിരിക്കും. നമ്മൾ നോക്കി നിന്നാൽ നമ്മുടെ അന്നത്തെ പണി നടക്കില്ല. മണ്ണ് കൂട്ടിയിട്ടതൊക്കെ അവർ തെരഞ്ഞ് നിലത്തേക്ക് ഇട്ടുമെന്ന് തോന്നണം. എല്ലാവരും ഭയങ്കര എന്താണ് ഇവിടെ നടക്കണേന്നുള്ളത് ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടികകളൊക്കെ കൊണ്ടുവച്ച് ഇവിടെ കിടന്നിരുന്ന പഴയ ഇഷ്ടികളും പുതിയ ഇഷ്ടിയൊക്കെ ഉണ്ട്. ഇതേപോലത്തെ കറക്റ്റ് ലെവലൊന്നും നോക്കരുത് നിങ്ങളാരും. അങ്ങനെ ലെവലൊന്നും നോക്കി ചെയ്യുന്നതൊന്നല്ല, നമുക്ക് പറ്റുന്ന പോലെ കാണിച്ചു കൂട്ടി വയ്ക്കുന്നു. ചെറിയ കഷ്ണങ്ങളൊക്കെ പോരായി ഉണ്ടായി. അപ്പോൾ അവിടെയൊക്കെ ചെറിയ ഇഷ്ടിയൊക്കെ വെച്ച് മണ്ണൊക്കെ വെച്ച് പൊത്തിയിട്ടുണ്ട്. ഇവിടെയും ഒരു ഇച്ചിരി മണ്ണ് വെച്ച് പൊത്തി വയ്ക്കാനുണ്ട്.
വേറൊന്നുമല്ല, ചെറിയൊരു കുഴി വേണ്ടാന്ന് വെച്ചിട്ടാണ്. 2 ദിവസം ഷീറ്റൊക്കെ കിടന്ന് കോഴികളും താറാവൊക്കെ ചവിട്ടി കഴിയുമ്പോൾ ഇതൊക്കെ ലെവലായിക്കോളും. കൂടുതൽ ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട. ഇച്ചിരി വെള്ളം ലീക്കായി പോയാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ കല്ലും സാധനങ്ങളൊക്കെ പറക്കി കളയുക. ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ള കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഷീറ്റ് പെട്ടെന്ന് കീറിപ്പോവും. അല്ലെങ്കിലും കീറും. കാരണം ഇതിൽ വെള്ളം കുറയുമ്പോൾ ഈ കോഴികൾ കയറിൻ്റെ ഉള്ളിൽ കിടന്ന് മാന്തും. ചെറിയ ടാങ്കല്ലേ, അപ്പോൾ ഈ ഷീറ്റ് കീറിപ്പോവും. ഇതിൽ ബലമില്ലാത്ത ഷീറ്റായതുകൊണ്ട്. എന്നാലും ഞാനിതേപോലെ തീറ്റ കൊടുക്കാൻ മുന്നേ എടുത്ത് ഇത്തിരി വെള്ളം അടിച്ചിട്ട് കൊടുത്താൽ അവർക്ക് കുളിക്കാനും മുങ്ങാനൊക്കെ ആയല്ലോ. പിന്നെ കുറേ ദിവസം ഈ വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല, നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ അടിത്തറ സിമ്പിൾ വാത്തക്കുളം ഒന്ന് ഉറപ്പിച്ചേക്കാം. സംഭവം തീർന്നു. ഇനി അതിൻ്റെ അടിയിൽ നമ്മൾ പഴയൊരു ഷീറ്റ് കൊണ്ട് ഇരിക്കാൻ പോകണം. പോരാടാ. ഓ, നിങ്ങൾക്ക് പുതിയ വീട് കിട്ടാൻ പോണ്. നമ്മുടെ അവിടെ കിടന്ന പഴയ ടാർപോളിൻ ഷീറ്റ് 4 മടക്കായിട്ട് ഇട്ടാണ് കേട്ടോ. വലിയ ഷീറ്റായിരുന്നു, പക്ഷെ നിറയെ ഓട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്തത് അതിൻ്റെ മുകളിലിട്ടു. ഇനി നമ്മുടെ മെയിൻ ഷീറ്റിന് മുകളിൽ കൂടെ ഇടാൻ പോകണം. ഇനി ഇതിലേക്ക് നേരെ വെള്ളം അടിച്ച് നിറയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങാനുള്ളതൊക്കെ കറക്റ്റ് ഇറങ്ങിയിരിക്കും. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഫസ്റ്റ് വെള്ളം നിറ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് വെള്ളം നിറയുന്നത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ലല്ലേ. ഇവിടെ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് വീട്ടുകൾക്ക് ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ടാങ്കിൽ വെള്ളം ഫില്ലായി കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഷീറ്റ് ചെറുതായിട്ട് തള്ളിപ്പോണ്ടോ എന്ന് സംശയമുണ്ട്. മതി, ഇത്രയും വെള്ളം മതി. അത്യാവശ്യം കൂടുതൽ വെള്ളമായിട്ടുണ്ട്. നമ്മുടെ പമ്പ് നമ്മൾ ഓഫ് ചെയ്യണം. ഈ സൈഡിലൊക്കെ ഇച്ചിരി മണ്ണിട്ട് ഒന്ന് ലെവലാക്കണം. അപ്പോൾ നമ്മുടെ വാത്തകൾക്കായിട്ട് സ്പെഷ്യൽ ഒരുക്കിയേക്കുന്ന ഇൻഫിനിറ്റി പൂള് ഇവിടെ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇവർ ഉദ്ഘാടനം കഴിച്ചാൽ മതി. ഒരു വരുമോ കയറോ ഇല്ലയോ എന്ന് അറിയില്ല, പേടിയായിരിക്കും സ്റ്റാർട്ടിങ്. മണ്ണ് ഇവിടെ മാത്രം ഇട്ടിട്ടുള്ളൂ. ഈ ടാങ്ക് ഇന്ന് മാത്രം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നാളെ തുടങ്ങി ഇത് ചെളി വെള്ളമായിരിക്കും മൊത്തം. കാരണം ഇവർ ഇവിടെ നിന്ന് അടിച്ച് കയറി ചെളിയായിട്ട് കയറി പോവുക എല്ലാവരും. അപ്പം അങ്ങനെ സമയം 6 മണി. സൂര്യൻ അസ്തമിക്കാൻ പോണ്. ഇവിടെ പൂളിൻ്റെ പണി തീർന്നു. ഇനി ഇവരൊന്ന് കയറി കാണണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല, നോക്കാം. എല്ലാവരും നമ്മുടെ പൂളിൻ്റെ അടുത്ത് പോയി നിൽക്കണ്ട. കുഞ്ഞുങ്ങൾ തള്ളകൾ മാറി നിൽക്കണം. ഇവിടെ കുഞ്ഞുങ്ങൾ 6 പേര് അവിടെ ഉണ്ട്. ഒന്നും കൂടെ നീങ്ങിയാൽ നമ്മുടെ പൂളിലേക്ക് ഇറങ്ങിയായിരുന്നേനെ. അപ്പോൾ അങ്ങനെ അവർ മാറി മാറി ഓരോരുത്തർ ഇറങ്ങി കുളി നടത്തുന്നുണ്ട്. ആളുള്ള സ്ഥലത്തേക്ക് ആരും പോകണില്ല. ഈ തുമ്പത്തുനിന്ന് കുളിക്കണുള്ളൂ. അങ്ങനെ കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം അങ്ങനെ തീർന്നു. അവരെ കൊണ്ടുവന്ന പിറ്റേ ദിവസം അവിടെ ടാങ്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നടന്നില്ല, ഓരോരോ തിരക്കുകളായിട്ട്. എന്തായാലും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ചെയ്യണമെന്ന് കുറച്ച് തീരുമാനിച്ച് പോകുന്നതാണ്. അപ്പോൾ അവരിനി ഹാപ്പി ആയിരിക്കും. അപ്പോൾ
എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടോ ഇല്ലയോ എന്നിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് അൺലൈക്കെങ്കിലും ചെയ്തോളൂ, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ.